ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. എസ്പെഷ്യലി ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ചൂട് കൂടി വരുന്ന സീസണല്ലേ. വീട്ടിൽ ഇൻവെർട്ടറോ ഓഫ്ലൈൻ സോളാർ സിസ്റ്റമോ ഒക്കെ ഉള്ളവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ ലെവൽ ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ചൂടൊക്കെ ഉള്ളപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വെള്ളം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് നീരാവിയായിട്ട് പോകും. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ലെവൽ കുറയുകയും അതിനുള്ളിൽ ലെഡ് പ്ലേറ്റുകളിൽ സൾഫേറ്റ് ക്രിസ്റ്റൽ ഫോം ചെയ്യും. അത് ബാറ്ററിയുടെ കപ്പാസിറ്റി നന്നായിട്ട് കുറയ്ക്കും. പ്ലസ് ബാറ്ററി ഓവർ ഹീറ്റ് ആകാനും ചാൻസ് ഉണ്ട്. അതോടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ കുറയുകയും ചെയ്യും. സോ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും സാധാരണ വെള്ളം ഒഴിക്കരുത്. കാരണം അതിൽ അയേണിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അത് ബാറ്ററി ഡാമേജ് ആക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, വാട്ടർ ലെവൽ കുറയുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതി. ഓവർ ഫിൽ ചെയ്താലും ചാർജിങ് സമയത്ത് അത് തൂവി പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കണ പൊടിയും അതൊക്കെ ക്ലീൻ ചെയ്ത് കളയാന്നുള്ളത്. നമ്മൾ പരമാവധി അത് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ടെർമിനലുകളിൽ വാസ്ലിൻ ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കുക. അപ്പോൾ ആ കൊറോഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ഇൻവെർട്ടർ സിസ്റ്റം. നിങ്ങൾക്ക് പലരും അറിയാം, ഞാൻ പലപ്പോഴും പല തവണയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെയിൽ കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് സോളാർ ആംപ്സ് വളരെ കുറച്ച് കാണിക്കുന്നത്. സോളാർ ഔട്ട് വെറും 70 വാട്ട്സ് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സോളാർ വെച്ചിട്ട് ചാർജ് ചെയ്യുമ്പോഴൊക്കെ ഹൈ ആംപിയർ കറണ്ടാണ് ബാറ്ററിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നല്ല ഡിസ്റ്റിൽഡ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കുമിളകളൊക്കെ വരുന്നത്. അത് ഈ ബാറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ വെള്ളം വളരെ കുറവായിരുന്നു. ഞാനും ശ്രദ്ധിക്കാതെ വിട്ടുപോയി. ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഇതുപോലുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങി ഒഴിച്ച് കൊടുക്കുക. ഇതിന് ഏകദേശം ഒരു 5 ലിറ്റർ ക്യാനിന് ₹120 സംതിങ് അങ്ങനെ വരുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ നമുക്ക് കൂടുതലായി കിട്ടും. അതുപോലെ തന്നെ ബാക്കപ്പും കൂടുതലായി കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സോളാർ ഇൻവെർട്ടർ ആണെങ്കിലും നോർമൽ ഇൻവെർട്ടർ ആണെങ്കിലും ഈ ബാറ്ററിയത്തെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് പ്രായമായവർ മാത്രമുള്ള വീടുകളിൽ ഇതൊന്നും ചെക്ക് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ കുറയ്ക്കാനോ അതല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ലിഥിയം ബാറ്ററി. അത് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. വെള്ളം ഒഴിക്കലൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിലയാണ്. പക്ഷേ എന്നിരുന്നാലും ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിന് ലൈഫ് സ്പാൻ കൂടുതലാണ്, എനർജി എഫിഷ്യൻ്റ് ആണ്, തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ചും ഇതുപോലെ എസ്‌പിഎസിൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി 2 കൊല്ലം മുമ്പ്. അത് നിങ്ങൾക്ക് ചാനലിൽ കാണാവുന്നതാണ്. ഇതുപോലത്തുള്ള മോഡലുകളൊക്കെ ലെഡ് ആസിഡ് ബാറ്ററിയും സപ്പോർട്ട് ചെയ്യും, ലിഥിയം അയോൺ ബാറ്ററിയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിന് ചെറുതായിട്ടൊന്ന് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ മേടിക്കുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സെറ്റാക്കി തരും. അപ്പോൾ ഫൈനലി നിങ്ങളുടെ ബഡ്ജറ്റും ആവശ്യവും അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഡിസൈഡ് ചെയ്യാം. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററി യൂസ് ചെയ്യുന്നവർ എന്തായാലും വാട്ടർ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക.